വടകര ചോറോട് പ്രദേശത്ത് ദേശീയപാതയ്ക്ക് സമീപം 16 വീടുകളിലാണ് വെള്ളം കയറിയത്. ദേശീയപാത നവീകരണം നടക്കുന്ന റോഡിന്റെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് വെള്ളമൊഴുകാൻ സൗകര്യമൊരുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്നു. നമുക്ക് ആ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊന്ന് കണ്ടതിന് ശേഷം തിരികെ വരാം. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് കലുങ്കിലൂടെ വെള്ളം മറുവശത്തേക്ക് ഒഴുകുന്നത് തടസ്സപ്പെട്ടു. മഴ ശക്തമായതോടെ വടകര ചോറോട് 16 വീടുകൾക്ക് പുറമെ കടകളും വെള്ളത്തിലായി. കലുങ്ക് നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ കഴിയൂ. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വെള്ളമൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ വീട്ടുകാർക്ക് പുറത്തു പോകാൻ കഴിയാത്ത സ്ഥിതിയായി. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ വേറെ വീട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. വീട്ടിനകത്ത് വെള്ളം കയറിയിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്താ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അറിയാനോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദേശീയപാത കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. ഈ അദാനിയുടെയോ വാഗഡിൻ്റെയോ ആരാണോ അവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാർ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ച് നിലവിലുള്ള ബ്ലോക്ക് നീക്കി ഈ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങളുടെ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോകും. കാരണം ആളുകൾക്ക് ജീവിച്ചു പോകണം. മഴ പെയ്താൽ കൂടുതൽ വീടുകൾ വെള്ളക്കെട്ടിലാവും. പ്രദേശത്തെ 50ഓളം വീടുകൾക്ക് ഭീഷണിയുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തും ഈ പ്രദേശത്തുകാർ വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.